ഹലോ മച്ചാ, ഹൈദരാബാദ് ഡേ 2. ഓക്കെ, രാവിലെ ഉറക്കത്തിന് വേണ്ടി നമ്മൾ ഏതോ മാർക്കറ്റിൽ നടക്കുകയാണ്. ഇവിടെ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നുമില്ല, പെണ്ണുങ്ങൾക്ക് പറ്റിയതുള്ളൂ. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അടുത്ത് ഒരു വിലയില്ലല്ലോ. സോറി, പെണ്ണുങ്ങൾക്ക് മാത്രം പറ്റിയ സാധനങ്ങളല്ല ഉള്ളത്, ഓൺലി തള്ളമാർക്ക് മാത്രം പറ്റിയ സാധനങ്ങളാണ് ഉള്ളത്. അത് കേരളത്തിലല്ല, പുറത്ത് തമിഴ്നാട്ടിലെ തള്ളകൾക്ക് മാത്രം പറ്റിയ സാധനം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഏതോ ഒരു വണ്ടി കേടായി. അത് നമ്മൾ നന്നാക്കി കൊടുത്ത് അവരെ ഹാപ്പി ആക്കി നമ്മൾ പറഞ്ഞു വിട്ടു. ആ ഗാഡി മുഴുവൻ നമ്മൾ നന്നാക്കി കൊടുത്തിട്ട് ഹൈദരാബാദിലെ ടോപ്പ് ബിരിയാണി കടയിൽ ബിരിയാണി കഴിക്കാൻ വന്ന ആ ഗാഡി മീൻസ് വണ്ടിയാ. നമുക്ക് കുറച്ചൊക്കെ ഹിന്ദി പഠിച്ചു. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായി. ഇന്നലെ ഇവർ എനിക്ക് ബിരിയാണി സർവ് ചെയ്തപ്പോൾ ഞാൻ സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബിരിയാണിക്ക് 400 rupees. ആ സ്നേഹ പ്രകടനങ്ങളാണ് ഇവർ നമ്മുടെ കാണിക്കുന്നത്. അല്ലാണ്ട് ഞാൻ സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. എങ്ങനെയും കഴിച്ചത് മൊത്തം ദഹിപ്പിക്കണം, നല്ല അടുത്ത ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ടിലേക്ക് പോകും. അത് 5 കിലോമീറ്റർ മേലാണ്. അത്ര നടക്കുമ്പോൾ എന്തായാലും ഇത്രയും ചുട്ടുപൊള്ളുന്ന വേലത്ത് ഒരു മനുഷ്യൻ ഇവിടെ വരികയാണ്. ഞങ്ങളും കുറച്ച് ഭായിമാർ മാത്രമേ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഭായിമാർക്ക് മാത്രമേ വട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇതാ ഒരു കങ്കാരത്തോളം പോകുന്നത്. ഇവന്റെ കയ്യിൽ നിബിളുപ്പി പാലുകുപ്പി എല്ലാ കുപ്പിയുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത് പെണ്ണ് യഥാവസ്ഥ. ഇവിടെ എന്ത് കാണിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നില്ലേ? ബൈ ബൈ. ഇത്രയും ഹൈ ടോപ്പ് നമ്മൾ കയറിയത്. നേരത്തെ കഴിച്ചപ്പോഴത്തെ 5 ബിരിയാണി കൂടി ഇനിയും കഴിക്കണം, എങ്കിലും വയറുമായിട്ട് നമ്മൾ അറിയാത്തുള്ളൂ. അത്രയും ഹൈ ടോപ്പ് ഗോൾഗണ്ട ഫോർട്ട്. നിങ്ങൾ നോക്കുക ഗൈസ്, ഇതാണ് മണ്ണം വെപ്പിക്കാത്തത്. ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണെന്നാണ് ഈ അൽത്താഫ് പറയുന്നത്. ചുന്ദരന്റെ ചിരി നോക്കുക. അങ്ങനെ നമ്മൾ ഹൈദരാബാദിനോട് വിട പറഞ്ഞ് നേരെ പോവാ ഗൈസ് ബാംഗ്ലൂരിന്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ വിത്ത് കമന്റ് വിത്ത് ഫോളോ. അപ്പൊ ബാംഗ്ലൂരിലായിട്ട് നമുക്ക് നാളെ വരാം.